ധ്യാനനിമഗ്നനായ ഒരു സന്യാസിയും യൗവനത്തിന്റെ തിളപ്പിൽ മതിമറന്ന കുറച്ച് ചെറുപ്പക്കാരും ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. സന്യാസിയുടെ മൗനത്തെ ദൗർബല്യമായി കണ്ട യുവാക്കൾ അദ്ദേഹത്തെ പരിഹസിക്കാനും ശരീരത്തിൽ താളം പിടിച്ച് ശല്യപ്പെടുത്താനും തുടങ്ങി. എന്നാൽ സന്യാസിയാകട്ടെ നിസ്സംഗതയോടെ അതെല്ലാം സഹിച്ചിരുന്നു. പെട്ടെന്നാണ് പ്രകൃതിയുടെ ഭാവം മാറിയത്. ആകാശം ഇരുണ്ടു, കാറ്റും കോളും നിറഞ്ഞു. തിരമാലകൾ വള്ളത്തെ വിഴുങ്ങാൻ പാകത്തിന് ആഞ്ഞടിച്ചു. ഭയന്നു വിറച്ച യുവാക്കൾക്ക് മുമ്പിൽ ഒരു അശരീരി മുഴങ്ങി. ഈ ക്രൂരതയ്ക്ക് അറുതി വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഈ വള്ളം ഞാൻ മുക്കാൻ പോവുകയാണ്. പുണ്യവാനായ ഈ സന്യാസി മാത്രം രക്ഷപ്പെടും. മരണഭയത്താൽ യുവാക്കൾ നടുങ്ങി. സന്യാസി ശാന്തനായി ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, പ്രഭോ, ഞാൻ ഈ വള്ളത്തിൽ ഉള്ളിടത്തോളം കാലം ഇവർക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ പുണ്യം ഇവർക്കു കൂടി അവകാശപ്പെട്ടതാണ്. ആ മറുപടി കേട്ടതും കാർമേഘം മാറി അന്തരീക്ഷം തെളിഞ്ഞു. വീണ്ടും അശരീരി മുഴങ്ങി, മകനെ, നിന്റെ പ്രതികരണം ഉചിതമായിരിക്കുന്നു. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന നിന്റെ മനസ്സാണ് ഏറ്റവും വലിയ അത്ഭുതം. ചെയ്തുപോയ തെറ്റിന്റെ ആഴം മനസ്സിലാക്കിയ യുവാക്കൾ സന്യാസിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അനുയായികളെയും സ്തുതിപാഠകരെയും മാത്രം കൂടെ നിർത്തുന്നവർക്ക് ഒരിക്കലും പൂർണ്ണമായി വളരാൻ സാധിക്കില്ല. നമ്മളെ ആരാധിക്കുന്നവർ നമ്മളുടെ നല്ല വശങ്ങൾ മാത്രം കാണുമ്പോൾ നമ്മളെ വിമർശിക്കുന്നവരാണ് നമ്മുടെ ന്യൂനതകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപമാനങ്ങളും പരിഹാസങ്ങളും വെറും വാക്കുകളല്ല, അവ നമ്മെ സ്വയം നവീകരിക്കാനുള്ള ആത്മവിമർശന സൂചികകളാണ്. പ്രശംസകളിൽ മതിമറക്കാതെ വിമർശനങ്ങളെ വളർച്ചയ്ക്കുള്ള വളമാക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. അപ്രിയ സത്യങ്ങളെയും അലോസരപ്പെടുത്തുന്ന വ്യക്തികളെയും സമചിത്തതയോടെ നേരിടാൻ പഠിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം സ്ഫുടം ചെയ്തെടുക്കപ്പെടുന്നത്. സ്തുതിപാഠകർ നമ്മെ മയക്കി കിടത്തുമ്പോൾ വിമർശകർ നമ്മെ ഉണർത്തിയിരുത്തുന്നു. വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടത് കയ്യടികളല്ല, ചൂണ്ടുവിരലുകളാണ്. കാറ്റ് ശക്തമാകുമ്പോഴാണ് മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ആഴത്തിൽ പുണരുന്നത്. വിമർശനങ്ങൾ നമ്മെ തളർത്താനല്ല, അടിത്തറ ഉറപ്പിക്കാനാണെന്ന് ഓർക്കുക. അംഗീകാരത്തിന്റെ പൂമാല അണിയുമ്പോഴല്ല, അവഗണനയുടെ മുൾക്കിരീടം അണിയുമ്പോഴാണ് വ്യക്തിത്വത്തിന്റെ മൂർത്തിമത് ഭാവം കാണാൻ കഴിയുക. നിശബ്ദതയാണ് ഏറ്റവും വലിയ മറുപടി. അത് അവിവേകിയെ അലോസരപ്പെടുത്തുകയും വിവേകിയെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. പലായനം ഭീരുത്വമാണ്. എന്നാൽ പാറ പോലെ പതറാതെ ജ്വലിച്ച് നിൽക്കാൻ ഒരു സന്യാസിയുടെ മനക്കരുത്ത് വേണം. വിമർശനങ്ങളുടെ ഉലയിൽ കരിഞ്ഞു പോകുന്നതല്ല, മറിച്ച് സ്ഫുടം ചെയ്തെടുക്കപ്പെടുന്നതാണ് യഥാർത്ഥ വ്യക്തിത്വം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്